ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈഹാസ് മീഡിയ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിച്ചൺ ടിപ്പായിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ ഒരു 6 മന്ത് വരെ കേടാവാതെ സൂക്ഷിച്ച് വെക്കാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിതിന് മുന്നൊക്കെ ഇങ്ങനെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ തന്നെ അതൊരു ഗ്രീൻ കളറായിട്ട് മാറിയിട്ട് ഒരുമാതിരി ഫ്ലേവറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ട്രൈ ചെയ്തത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് നല്ല സക്സസ്ഫുള്ളായിട്ട് തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾക്കും ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് വെച്ചിരുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിച്ചണിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ പെട്ടെന്ന് ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഞാൻ ഇവിടെ വാഷ് ചെയ്തെടുത്ത് വെള്ളം തീരെ പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തീരെ പാടില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മേലൊന്നും. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നല്ലൊരു കിച്ചൺ ടവൽ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റി എടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതത്ര സക്സസ്ഫുൾ ആവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നാശമായി പോവും. അപ്പോൾ ഇത് അതുപോലെ ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വാഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയിലൊക്കെ അളവ് നിങ്ങൾ എടുക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ അരച്ചെടുക്കുന്നത് വെള്ളം കൂട്ടിയിട്ടല്ല, ഓയിൽ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോഴും അതിൽ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അതുപോലെ മിക്സിയിലെ ജാർ എടുക്കുമ്പോഴും നല്ല ക്ലീനായിട്ട് ഡ്രൈ ആയിട്ടുള്ള ജാർ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ആ ഉപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള ഉപ്പാണ്. എന്തിനാന്ന് വെച്ചാൽ വെള്ളമൊന്നും ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ചെറുതാക്കി പീസ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽ ചേർക്കാം. ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓയിലാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ വെള്ളം ചേർക്കുന്നില്ലല്ലോ. പിന്നെ ഒക്കെ ഒരു മിക്സിക്ക് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇനി നിങ്ങളടുത്ത് ചെറിയ മിക്സിയുടെ ജാറൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബാച്ചായിട്ട് നിങ്ങൾക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള ഉപ്പാണ്. അപ്പോൾ ഉപ്പിൻ്റെ അളവും കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പിന്നെ ഇത് കറിയിലേക്കൊക്കെ ഇടുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് ചേർത്താൽ ഏറ്റവും നല്ലതാണ്, കാരണം ഇത് മഞ്ഞൾ എന്ന് പറയുമ്പോൾ ആൻറ്റിസെപ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക. ഈ ഓയിലും ഉപ്പും മാത്രം ചേർത്തിട്ടും നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ ഞാൻ ഇതിൽ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ ചേർത്താൽ നല്ലതാണ്, കളറൊന്നും ചേഞ്ച് ആകാതെ നല്ല ഇതിൽ നിൽക്കും. പിന്നെ ഇതിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് മാറിപ്പോവാനൊക്കെ നമ്മൾ മഞ്ഞൾ ചേർക്കുമ്പോൾ നല്ലതാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം. അപ്പോൾ ഇതിലിനി ഇത് അരച്ചെടുക്കുമ്പോൾ അരയാൻ ബുദ്ധിമുട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഇത് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ ഓയിൽ ചേർത്തിട്ട് തന്നെ നമ്മളിത് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ഇവിടെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഓയിൽ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഓയിൽ ഞാൻ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇരിക്കും നിങ്ങളുടെ ഓയിലിൻ്റെ അളവും. അപ്പോൾ അരഞ്ഞ് കിട്ടാനുള്ള പാകത്തിനുള്ള ഓയിലാണ് നമ്മൾ ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, പക്ഷെ അത് ചേർക്കേണ്ടതുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ് നമുക്ക്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ. അതും കൂടുതലായിട്ട് ചേർത്ത് പോകരുത്. നമ്മൾ കറികൾക്കൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് കൂടി പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഗ്ലാസിൻ്റെ ഒരു കണ്ടെയ്നർക്കാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടോ, നന്നായിട്ട് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ യൂസ് ചെയ്യണത് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതൊരു 6 മന്ത് വരെ നമുക്കിത് കേടാവാതെ തന്നെ കളറൊന്നും മാറിപ്പോകാതെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഫ്രീസറിൽ വെക്കരുത്, നമ്മൾ ഇവിടെ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ തന്നെ ഡോറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കാലം നമുക്ക് കേടുവരാതിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കറികൾക്കൊക്കെ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന സ്പൂണ് അതും നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ തന്നെ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നനവ് പാടില്ല, വെള്ളത്തിൻ്റെ അംശം പാടില്ല ഇതിൽ. അപ്പോഴേ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുള്ളൂ. ഇതേ കളറിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ നല്ല ഹെൽപ്ഫുള്ളാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെയുള്ള റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.